ഭൂമിയിലെ ഏറ്റവും വലിയ വിലാപയാത്രക്ക് ഇറാനിൽ തുടക്കം കുറിച്ചു. ചരിത്രത്തിൽ ഇത്രയേറെ ജനങ്ങൾ പങ്കെടുത്ത മറ്റൊരു വിലാപയാത്ര ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മനുഷ്യക്കടലായി തെഹ്റാൻ ഒഴുകി നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിനു മുൻപ് ഇറാന്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള ഖുമേനിയുടെ കാലത്താണ് ഇത്രയും ഏറെ ഒരു ജനസഞ്ചയം കണ്ടത് എന്നാണ് റിപ്പോർട്ടിനകത്ത് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ, അതായത് ഇപ്പോഴത്തെ മരണപ്പെട്ട ആയത്തുള്ള അലി ഖംനായിയുടെ മകളും മരുമകനും ഇപ്പോഴത്തെ ആത്മീയ നേതാവായിരിക്കുന്ന മുജ്തബ അലി ഖംനായിയുടെ ഭാര്യയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അന്ന് 2026 ഈ വർഷം ഫെബ്രുവരി മാസം 28 അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്താൽ ഇവരെല്ലാവരും മരണപ്പെടുന്നത്. അതിൻ്റെ കൂടെ 6-ലധികം പ്രധാന സൈനിക കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ പിന്നെ അടക്കം ചെയ്തു. ഇവരാണ് അതിൽ ശേഷിക്കുന്നത്. അവരെയാണ് ഇന്നത്തെ ദിവസത്തോട് കൂടിയിട്ട് അതിൻ്റെ അന്ത്യമോപചാര ചടങ്ങ് ആരംഭിച്ചുകൊണ്ട് 9-ാം തീയതി അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ലോകം ഇറാനിലേക്ക് ഒഴുകുകയാണ്. മനുഷ്യക്കടൽ തീർത്തുകൊണ്ട് ഓരോരോ രാജ്യത്തിൻ്റെയും പരമാവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. ഇറാൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആകാശം അടച്ചു വലിയ സുരക്ഷാ സംവിധാനവും ക്രമീകരണങ്ങളും ഇറാൻ രാജ്യത്തുടനീളം വ്യത്യസ്തമായിരിക്കുന്ന തലത്തിൽ വ്യത്യസ്ത ഉദ്യോഗസ്ഥരെയും സൈനികരെയും അണിനിരത്തിക്കൊണ്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അത് രഹസ്യമായിരിക്കുന്ന സൈനികർ വേറെയും പബ്ലിക്കായിരിക്കുന്ന സൈനികരും യൂണിഫോം ഇട്ടവരും ഇടാത്തവരുമായിരിക്കുന്ന പല തരത്തിലുള്ള രഹസ്യാന്വേഷണ സൈനികരെല്ലാവരും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് സജീവതയിലാണ്. ആകാശം അടച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇറാൻ്റെ ആകാശത്തോടി വിമാനങ്ങൾക്ക് സഞ്ചാരം നടത്താൻ പാടില്ലാത്ത വിധം ആകാശം അടച്ചിട്ടുണ്ട്. രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ നാഷണൽ ഹൈവേയിൽ ഓടുന്നത് നിരോധിച്ചിട്ടുണ്ട്. വൻ സുരക്ഷാ ക്രമീകരണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. സംശയാസ്പദമായ രീതിയിൽ ആരെയും കണ്ടാൽ വെടിവെക്കാനുള്ള ഉത്തരവുണ്ട്. ആഭ്യന്തര ടെർമിനൽ വരെ അടിച്ചിട്ടുണ്ട്. ഏറ്റവും എമർജൻസി കേസിൽ മാത്രമാണ് അവർക്ക് ഇവിടെ വിമാനം തുറക്കുകയും അടക്കുകയും ചെയ്യുക. അതെന്ന് വെച്ചാൽ മറ്റുള്ള രാഷ്ട്ര തലവന്മാർ എത്തുന്ന സമയത്ത് തുറക്കപ്പെടുകയും അവർ തിരിച്ചു പോകുന്ന സമയത്ത് അത് അടക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന എമർജൻസി വിങ്ങാണ് ഇറാൻ്റെ എയർപോർട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടെല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് ചുരുക്കം. ഏതൊക്കെ രാജ്യം, ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ബഹിഷ്കരിച്ച രാജ്യങ്ങളുണ്ട്, പങ്കെടുക്കാത്ത രാജ്യങ്ങൾ. അതിൽ കുവൈത്തുണ്ട്, ബഹ്റൈനുണ്ട്. നമുക്കത് പറയാം. ലോകത്തിൽ ഈ ഇറാനിൽ ഇപ്പം നടക്കുന്ന മരണാനന്തര ചടങ്ങുമായിട്ട് പങ്കെടുത്ത രാജ്യങ്ങൾ അത് നമ്മൾ നോക്കാം. 100ഓളം രാജ്യങ്ങൾ: റഷ്യ, ചൈന, ഇറാഖ്, അർമേനിയ, ഇന്ത്യ, പാകിസ്ഥാൻ, ജോർജിയ, താജിക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി, സൗദി, ഖത്തർ, ഒമാൻ, അൾജീരിയ, ടുണീഷ്യ, സിറിയ തുടങ്ങി 100ഓളം രാജ്യങ്ങൾ. ബഹിഷ്കരിച്ചവർ അല്ലെങ്കിൽ പങ്കെടുക്കാത്തവർ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്. അറേബ്യൻ രാജ്യങ്ങൾ നോക്കുന്ന സമയത്ത് UAE പങ്കെടുത്തിട്ടില്ല, ബഹ്റൈൻ ഇല്ല, കുവൈറ്റ് ഇല്ല എന്നീ രാജ്യങ്ങൾ. ഏകദേശം 6ഓളം രാജ്യങ്ങൾ പങ്കെടുത്തിട്ടില്ല, അവരുടെ പ്രതിനിധികളെ അയച്ചിട്ടില്ല. സൗദി സംഘം ക്ഷണിക്കാതെ തന്നെ എത്തി എന്നൊരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയൊക്കെ പറഞ്ഞേക്കൂ എന്നൊക്കെ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ സംഘം ചേർന്നുകൊണ്ടാണ്, അതായത് ഇറാനുമായിട്ട് വലിയ സൗഹൃദ ബന്ധം ഉണ്ടാക്കൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സൗദി അറേബ്യക്ക് നിർബന്ധമായിട്ടും ആവശ്യമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ സംഘം ചേർന്നുകൊണ്ടാണ് സൗദി വിഭാഗം അല്ലെങ്കിൽ സൗദി സംഘം ഇറാനിലെത്തിയത്. ടെഹ്റാൻ്റെ ഗ്രാൻഡ് മൊസല്ലയിലാണ് പൊതുദർശനത്തിന് വെച്ചത്. ജനങ്ങൾക്കും, അതായത് ആ രാജ്യത്തിലെ ജനങ്ങൾക്കും വിദേശ രാജ്യത്തിലെ പ്രതിനിധികൾക്കും ഈ മൃതദേഹം കാണാൻ, അതായത് മയ്യത്ത് കാണാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി സമയങ്ങളിൽ എല്ലാ സ്ഥലത്തും പൊതുദർശനമില്ല. 5 ഇടങ്ങളിലാണ്, 3 ഇടത്ത് ഈ ഇറാനിലും 2 ഇടത്ത് ഇറാഖിലുമാണ് പൊതുദർശനം ഉള്ളത്. അവിടെ വെച്ചേ കാണാൻ വേണ്ടി സാധിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം മൃതദേഹം ഇങ്ങനെ മയ്യത്ത് കട്ടിലാക്കി അല്ലെങ്കിൽ ബോക്സിലാക്കി കൊണ്ടുപോകുന്നതിനെ പിന്തുടരുക എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമേ കാണാൻ പറ്റൂ. അഥവാ ഏകദേശം മൊത്തം ജനസംഖ്യയിൽ നോക്കുന്ന സമയത്ത് 10% താഴെ ആളുകൾക്ക് മാത്രമേ മൃതദേഹം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസഞ്ചയം പങ്കെടുത്തിരിക്കുന്ന വിലാപയാത്ര എന്ന് പറയുന്നത് ആയത്തുള്ള ഖുമേനിയുടെ, അതായത് ഇറാൻ്റെ വിപ്ലവ നേതാവ്, ഇസ്ലാമിക വിപ്ലവം നടത്തി ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിക് സ്റ്റേറ്റാക്കി 979 പ്രഖ്യാപിക്കപ്പെട്ട ആയത്തുള്ള റൂള്ള
ഖുമേനി മരണപ്പെട്ട സമയത്ത് 1989 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങാണ് ഭൂമിയിലെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള ചടങ്ങായിട്ട് കാണുന്നത്. ഒരു പക്ഷേ ഇപ്പോഴുള്ളത് അതിനേക്കാൾ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. 10 ദശലക്ഷം ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പല മേഖലയിലും ഉന്തു തള്ളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്, മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 6 മുതൽ 12ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്നത്തെ തിക്കും തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. അതിനൊക്കെ വലിയ ക്രമീകരണങ്ങൾ ഇപ്പോഴത്തെ നടത്തിയിട്ടുണ്ട് എന്ന് ചുരുക്കം. അത് ലോകത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടമായിട്ട്, മരണാനന്തര ജനക്കൂട്ടമായിട്ടാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ ആയത്തുള്ള കംനായുടെ മൃതദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്നത്. ഇനി രാഷ്ട്രങ്ങളെ നമ്മൾ നോക്കുന്ന സമയത്ത് രാജ്യത്തിൽ ഒരുപാട് പ്രമുഖരായിരിക്കുന്ന ആളുകൾ മരണപ്പെട്ട സമയത്തോ കൊല്ലപ്പെടുന്ന സമയത്തോ വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ കൂട്ടായി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതല്ല. രാഷ്ട്രപ്രതിനിധികളെ നോക്കുന്ന സമയത്ത് 1980 യൂഗോസ്ലാവിയയുടെ പ്രസിഡന്റിൻ്റെ ചടങ്ങിൽ ഏകദേശം 128 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ശവസംസ്കാര ചടങ്ങായിട്ട് റിപ്പോർട്ട് ചെയ്തു. ജോസിഫ് ബ്രോസ് ടിറ്റോ അദ്ദേഹം മരണപ്പെട്ട സമയത്താണ് ഇങ്ങനെ ഉണ്ടായത്. രണ്ടാമത് കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുത്തത് ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമൻ്റെ മരണം 2005 സമയത്ത് വത്തിക്കാനിലേക്ക് 100-ലധികം രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. മൂന്നാമത് നെൽസൺ മണ്ടേല 2013 ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി മരണപ്പെടുന്ന സമയത്താണ് 190ഓളം രാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. ലോക നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് നെൽസൺ മണ്ടേലയുടെ ചടങ്ങിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ജോസഫ് ബ്രോസ് ടിറ്റോയുടെ ചടങ്ങിലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. പിന്നീട് എലിസബത്ത് രണ്ടാമത്തെ ആൾ എലിസബത്ത് രാജ്ഞി മരണപ്പെട്ട സമയത്ത് 2022 168 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇനി മുസ്ലിം രാജ്യങ്ങളിൽ നമ്മൾ പറഞ്ഞു ഇറാനാണ് 100% അല്ലെങ്കിൽ ഇത്രയും ഏറെ ആളുകൾ പങ്കെടുത്ത രാജ്യം എന്ന് പറഞ്ഞു. എന്നാൽ ഏറ്റവും കൂടുതൽ മരണാനന്തര ഈ ഖുമേനി കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ ആളുകൾ പങ്കെടുത്ത മുസ്ലിം ഭരണാധികാരികളുടെ ലിസ്റ്റിൽ ഈ ഫൈസൽ രാജാവ്, സൗദി അറേബ്യയുടെ ഫൈസൽ രാജാവ്, അദ്ദേഹം മരണപ്പെട്ട 1975 അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. മുസ്ലിം രാഷ്ട്ര ഭരണാധികാരികൾ എന്ന സമയത്ത് പിന്നെ രണ്ടാമത് യാസർ അറഫാത്ത് 2004 മരണപ്പെടുന്ന സമയത്ത് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്ര ഭരണാധികാരികളൊക്കെ പങ്കെടുത്ത് ഇന്ത്യയുടെ പ്രതിനിധീകരിച്ചൊക്കെ ആളുകൾ പോയിട്ടുണ്ട്. നാലാമത്തത് ഹുസൈൻ രാജാവ്, ജോർദാന്റെ ഭരണാധികാരിയായിരിക്കുന്ന ഹുസൈൻ രാജാവ് 1999 മരണപ്പെട്ട സമയത്തും ഇതിന് സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യാവസ്ഥകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഞെട്ടിപ്പോയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ നയവിദഗ്ധരൊക്കെ മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ഏതെങ്കിലും രാജ്യത്ത് അമേരിക്ക ഇടപെട്ടുകൊണ്ട് രാജ്യഭരണം അട്ടിമറിക്കുകയോ ഭരണാധികാരികളെ കൊലപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കൽ പോലും അവരുടെ മൃതദേഹം അവർക്ക് രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഭരണാധികാരിയേക്കാളേറെ പവറുള്ളത്, ശക്തിയുള്ളത്, നമ്മൾക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ധൈര്യവും എനർജിയും കിട്ടുന്നത് മരണപ്പെട്ട് കിടക്കുന്ന അടക്കം ചെയ്തിരിക്കുന്ന ആളുടെ സാമീപ്യമാണ് എന്ന അഭിപ്രായം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ അവരെന്ത് ചെയ്യാറുണ്ട്, മരണാനന്തരം ഈ മരണപ്പെടുന്ന ഭരണാധികാരികളെ തിരിച്ചു കൊടുക്കാത്ത രീതിയിൽ അവർ സ്വന്തമായ രീതിയിൽ അടക്കം ചെയ്യുകയോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് താഴ്ത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അതിൽ ലിബിയൻ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്ന് നമുക്കറിയാവുന്നതാണ്. ഗദ്ദാഫിയെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ രാജ്യത്തിനോ വിട്ടുകൊടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകനും മകളും പല പ്രാവശ്യം ഇത് ലിബിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ട സമയത്ത് ലിബിയൻ സർക്കാർ അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി, മരണപ്പെട്ട സമയത്ത് തന്നെ ലിബിയയുടെ മരുഭൂമിയിൽ, ആഴത്തിലുള്ള മരുഭൂമിയിൽ ഒരുപാട് കിലോമീറ്റർ ദൂരം, അവർ പറയുന്നത് 14 കിലോമീറ്ററോ അങ്ങനെ എന്തോ പറയുന്നത്, അത്രയും കിലോമീറ്റർ ദൂരത്ത് പോയതിന് ശേഷം അവിടെ അടക്കം ചെയ്തതാണ്. ആർക്കും അത് കാണാൻ വേണ്ടി സാധിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ഖബർ ഉണ്ട് എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു സംവിധാനമില്ല. JCB പോലെയുള്ള വലിയ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാന്തിയിട്ട് അവിടെ അടക്കം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയിട്ടില്ല. ഇനി അൽ-ഖ്വയ്ദ നേതാവ് ഉസാമ ബിൻ ലാദൻ ഭീകരവാദിയാണ്. അദ്ദേഹത്തെ അമേരിക്ക വെടിവെച്ച് കൊന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം
വിട്ടുകൊടുത്തിട്ടില്ല. കുടുംബക്കാർ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ബിൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു വലിയൊരു കുടുംബ ഫാമിലിയുടെ പേരാണ് ബിൻ ലാദൻ. അതൊരു ഗ്രൂപ്പാണ്, അതൊരു ബിസിനസ് പാറ്റേണൊക്കെ ഉള്ള വലിയൊരു സംവിധാനമൊക്കെയാണ്. ഇദ്ദേഹത്തെ അറബിക്കടലിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടലിലോ താഴ്ത്തി എന്നാണ് പറയപ്പെടുന്നത്. നമ്മളത് പറയാനുള്ള കാരണം അതിനുശേഷം അവിടുന്ന് ഒരു വിപ്ലവ വീര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് അമേരിക്ക പറഞ്ഞതുകൊണ്ടാണ്. അതിനാരും എതിർപ്പൊന്നും പറഞ്ഞില്ല. ലോകത്തെ ഒരു രാജ്യം ഭീകരവാദിയാണ് എന്നതിനാൽ, തീവ്രവാദിയാണ് ഉസാമ ബിൻ ലാദൻ എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ചയും ലോകത്തെവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ലിബനൻ പ്രസിഡന്റ് ഗദ്ദാഫിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ലോകത്ത് ഇത്രയും വലിയൊരു ജനാബലി പങ്കെടുക്കുന്ന ഒരു മഹാ റാലിയായിട്ടോ അല്ലെങ്കിൽ മഹാമരണാനന്തര ചടങ്ങായിട്ടോ യഥാർത്ഥത്തിൽ ആയത്തുള്ള അലി ഖംനായുടെ ഭൗതിക ശരീരം വഹിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങ് അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. മാത്രവുമല്ല, ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയം ഇറാനെ തട്ടി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചൊക്കെ ഒരു ഏകോപന സംവിധാനം വരികയാണെങ്കിൽ അത് എപ്പോഴും അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടൊക്കെ നമ്മൾ പുറത്തുവിട്ടാണ്. ഇന്നലെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഏകോപനത്തിന് നേതൃത്വം നൽകുന്നത് ഇറാനാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പരമാവധി രാജ്യങ്ങൾ ഇറാനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നും കൂടി മനസ്സിലാക്കിയിട്ട് അവിടെ ഈ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ പരിപാടിക്ക് എത്തിയിട്ടുണ്ട് എന്നും കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.